അർദ്ധരാത്രിയിലെ പഞ്ചായത്ത് ഓഫീസ് നവീകരണം LDF തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെക്കുക. 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 ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. അർദ്ധരാത്രി സമയത്ത് പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്തിന്റെ മുഖം മാറ്റും. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക. മണലൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് നവീകരണം നടത്തുന്നതിന് വേണ്ടി അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ അതിന്റെ മറവിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിക്കാൻ ശ്രമിച്ചത് LDFിലെ 7 അംഗങ്ങൾ തടയുകയും പഞ്ചായത്ത് സെക്രട്ടറി ദീപ രമേശിനും അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണിക്കും ഒപ്പിട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. യാതൊരു കേടുപാടുമില്ലാത്ത ഓഫീസിന്റെ മുൻഭാഗം ചുവപ്പാണെന്നതുകൊണ്ട് മാത്രം അത് മറയ്ക്കാനുള്ള ശ്രമം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് ഇവർ ആരോപിച്ചു. പണി നടത്തുന്നില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും കോൺട്രാക്ടർ അറിയാതെ മറ്റു 4 പേരെ കൊണ്ടുവന്ന് അർദ്ധരാത്രിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് LDF അംഗങ്ങൾ തടഞ്ഞത്. പഞ്ചായത്ത് ഫണ്ട് ദൂർത്തടിക്കുകയാണെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷീലി റാഫി, സിമി പ്രദീപ്, LDF കൺവീനർ MR മോഹനൻ, VV സജീന്ദ്രൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ആ ചുവപ്പിനോടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനാസ്ഥയുടെ ഭാഗമായിട്ട്, ഭരണസമിതിയുടെ അനാസ്ഥയല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം, ഒരു ഭരണസമിതിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന ഭരണ സംവിധാനത്തിലുള്ള ഒരു മെമ്പർമാരുമില്ല. ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായക്കാർ ആരുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മാത്രം അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളോട് ചെയ്യുന്നത്. ഇത് സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ്. ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ AEയും ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള സ്മിത എന്ന് പറയുന്ന കോൺട്രാക്ടർ അടക്കമുള്ള ആളുകൾ ഈ വർക്ക് ചെയ്യുന്നില്ല എന്ന് ജനപ്രതിനിധികളായിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാകേഷ് കണിയാമ്പറമ്പിനോടും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എന്നോടും അതുപോലെ തന്നെ മറ്റ് 7 മെമ്പർമാരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഈ വർക്ക് ഞങ്ങളായിട്ട് നടത്തുന്നതല്ല എന്ന് ഉറപ്പ്, ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതല്ല എന്ന് ഉറപ്പ് വന്നിരിക്കുക. അതാണ് ഇന്ന് അർദ്ധരാത്രി ഇവിടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ ഈ വർക്ക് ഇപ്പോൾ നീല ഒട്ടിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDFിൻ്റെ മെമ്പർമാർ നിരന്തരമായി പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് ആവശ്യപ്പെടുകയാണ് തെരുവിളക്ക് കത്തിക്കലും റോഡ് നന്നാക്കലുമെല്ലാം. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ആണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ദുരുപയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടക്കുന്നത്. ഞങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മാത്രം നിർബന്ധപ്രകാരം, ഇവിടെ കോൺഗ്രസിൻ്റെ മറ്റ് മെമ്പർമാരെല്ലാം ഉണ്ട്, അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളതിന് എതിരാണ്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പഞ്ചായത്തിലെ പ്രതിപക്ഷത്തെ ഇരിക്കുന്ന 7 അംഗങ്ങളും ഒപ്പിട്ടുകൊണ്ട് ആ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ ഇത് കെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അത് നടത്താൻ അനുവദിക്കില്ല, AE പറഞ്ഞു അത് നടത്തേണ്ടതില്ല, ഇതെടുത്ത കോൺട്രാക്ടർ പറഞ്ഞു അതും ഞങ്ങൾ നടത്തുന്നില്ല, കാരണം ഇത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും, ഇതിൻ്റെ മുഖത്ത് യാതൊരു കുഴപ്പമില്ല, പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് യാതൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും എന്നുള്ളതുകൊണ്ട് ആ പണി ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ആ പണി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാറ്റിവെച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് 4 പേരെ കൊണ്ടുവന്ന് അർദ്ധരാത്രി സമയത്ത് ഇതിൻ്റെ മുഖം മാറ്റുന്നതിന് വേണ്ടി, ഈ ചുവപ്പ് കളയുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയത്.